കുമ്പളങ്ങി ഇല്ലിക്കൽ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രാങ്കണത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയും സാംസ്കാരിക സമ്മേളനവും നടന്നു. കുമ്പളങ്ങി ഇല്ലിക്കൽ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രാങ്കണത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയും സാംസ്കാരിക സമ്മേളനവും നടന്നു. ഞായറാഴ്ച രാവിലെ 11 നടന്ന ചടങ്ങ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഒന്നും കൂടുതൽ പറയാനില്ല. അവസാനം ഒന്നും പറയാതെ പോവുകയാണ്. ബാക്കിയുള്ളവർ പറയുകയുള്ളൂ. ഇപ്പോൾ സമയം പോയതെന്ന് നന്നാക്കി ആ ജോലി കൊടുത്ത് എനിക്ക് പറഞ്ഞതിന് പ്രാർത്ഥന ഞാൻ എന്തെങ്കിലും കണ്ടാൽ തന്നെ അറിയാം. എൻ്റെ ഒന്നാമത്തെ കഴിപ്പ് നല്ല തടിക്കോളും. ഇനി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് രാജ്യത്തെ പ്രശ്നം. ചിലരെല്ലാം എല്ലാം കൊണ്ടുപോകുന്നു, ചിലർക്കെല്ലാം ഒന്നും കിട്ടുന്നില്ല. ഈ അന്തരം എന്തുണ്ടായി? ഇപ്പോൾ അണ്ണമാമിക്കലായി കഴിഞ്ഞ സ്കൂൾ ഞങ്ങളുടെ കുട്ടികളുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ട് 50 പിള്ളേരാണെന്ന് പറയാം. ഞാൻ ഒരുപാട് സ്കൂളിൽ പറയാം, ഒരുപാട് കോളേജുകളും പറയാം. ഞാനും നടത്തുന്നതിൽ പല ക്ഷേത്രം തന്ത്രി രാകേഷ് മേൽശാന്തി കണ്ണൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേരും. അത് ഗുരു നിർവഹിച്ചത് യൗവന ദിശയിൽ നിന്ന് ലൗകികമായ ബന്ധങ്ങളെല്ലാം നിക്ഷേപിച്ച് വീട് വിട്ടിറങ്ങി തിരിച്ച് മരുത്വാമലയിലും അരിവിപ്പുറത്തുമെല്ലാം നടത്തിയ തീവ്രമായ തപസ്സിലൂടെ പ്രപഞ്ച സത്യത്തെ സാക്ഷാത്കരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ മണ്ണാണ് കുമ്പളങ്ങി ഇല്ലിക്കൽ അർദ്ധനാരീശ്വര ക്ഷേത്രം. ഗുരുദേവന്റെ വെങ്കല പ്രതിമയുടെ ആദ്യമായി സ്ഥാപിക്കുകയാണ്. ഈ അവസരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഗുരുദേവനും മഹാത്മാഗാന്ധിയും വർക്കല ആശ്രമ മഠത്തിൽ ഒന്നിച്ച് സംവാദിച്ച 100 വർഷം തികയുന്ന അവസരമാണ്. 1925 മാർച്ച് മാസം 12-ാം തീയതിയായിരുന്നു ആ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയുടെ വലിയ പ്രാധാന്യം ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഗുരുദേവനെ പറ്റി മഹാത്മാഗാന്ധി മനസ്സിലാക്കുന്നത് ഗുരുദേവന്റെ ശിഷ്യൻ ടി കെ മാധവനിൽ നിന്നാണ്. മഹാത്മാഗാന്ധി ഓരോ കാര്യം പറയുമ്പോൾ ടി കെ മാധവൻ പറയുന്നത് അതൊക്കെ ഗുരു ഡയറക്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. തെക്ക് ഗുരുവര മഠത്തിൽ നിന്ന് ഘോഷയാത്രയായി ഗുരുദേവ വിഗ്രഹം ഇല്ലിക്കൽ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചു. ദേവസ്വം പ്രസിഡന്റ് KM പ്രതാപൻ, സെക്രട്ടറി TS ശശികുമാർ, SNDP യോഗം കൊച്ചി യൂണിയൻ പ്രസിഡന്റ് AK സന്തോഷ്, KJ മാക്സി MLA, TA ജോസഫ്, CK ടെൽഫി, അഡ്വക്കേറ്റ് NN സുഗുണബാലൻ, NS സുമേഷ്, സിബു ശിവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.